ഹായ് കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ തേർഡ് സെമ്മിൽ സെക്കൻഡ് പാർട്ട്. അതിൽ ബ്ലോക്ക് 5 യൂണിറ്റ് 1 ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നമ്മൾ ഇത് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യ ഇന്ത്യക്ക് കിട്ടിയത്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യക്ക് കിട്ടി. എന്നാൽ 498 പോർച്ചുഗീസുകാർ നമ്മുടെ ഇന്ത്യയെ, വാസ്കോ ഡ ഗാമ ഇവിടെ വരികയും കാപ്പാട് കടപ്പുറത്ത് വരികയും പിന്നെ നമ്മുടെ ഇന്ത്യയെ പിടിച്ചടക്കി വെച്ച് 1947 വരെ അത് പോർച്ചുഗീസ് അധിനിവേശം എന്ന് വെച്ചാൽ യൂറോപ്യന്മാരുടെ കൺട്രോളിലായിരുന്നു നമ്മുടെ ഇന്ത്യയെ. നമ്മൾ ഇതിനു മുമ്പ് വരെ പഠിച്ച ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം തന്നെ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നു. അവരുടെ സൈമൺ കമ്മീഷൻ വന്നു, പിന്നെ ക്രിപ്സ് മിഷൻ വന്നു. ഇവരെല്ലാം വന്നെങ്കിലും ഇപ്പോഴീ 46 വരെയും ശരിക്കും ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനായിരുന്നു, അവരുടെ ഭരണഘടനയിലായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പം നമ്മുടെ BN റാവുവും എം എൻ റോയ് വന്ന് നമുക്കൊരു ഭരണഘടന വേണം എന്ന് പറഞ്ഞു. അപ്പോൾ BN റാവു പറഞ്ഞു ശരിയാണ്, അദ്ദേഹം അഡ്വൈസ് ചെയ്തു, ശരിയാണ്, ഉപദേശിച്ചു, നമുക്കൊരു ഭരണഘടന വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 1946 ഡിസംബർ 6-ാം തീയതി ഭരണഘടന ഇവർ സമ്മേളനം കൂടി താൽക്കാലികമായിട്ട്. എന്നിട്ട് 1946 ഡിസംബർ 9-ാം തീയതി താൽക്കാലികമായിട്ട് സച്ചിദാനന്ദ സിൻഹയെ ഒരു അധ്യക്ഷനാക്കി വെച്ചുകൊണ്ട് ഇവർ മീറ്റിംഗ് കൂടി. 1946 ഡിസംബർ 11-ാം തീയതി സ്ഥിരം ഒരു അധ്യക്ഷനെ വെച്ചുകൊണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ വെച്ചുകൊണ്ട് ഇവർ സമ്മേളനം കൂടി. അങ്ങനെ 1946 ഡിസംബർ 13-ാം തീയതി ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു, ഒരു ലക്ഷ്യപ്രമേയം പാസ്സാക്കി. ഇതാണ് പിന്നെന്തായത്, ആമുഖമായി മാറിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇവർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിത് മലയാളത്തിൽ നിങ്ങൾക്ക് പോയിൻ്റായിട്ട് പറഞ്ഞുതരാം. കാരണം ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. മലയാളത്തിൽ എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും, ഉറപ്പാണ്. ഒരു മാർക്കും പോകത്തില്ല, പോയിൻ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നത് 1940 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. അപ്പോൾ ഈ നവംബർ 26 എന്ന് പറയുമ്പോഴത്തേക്ക് 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് ഭരണഘടന എഴുതി തയ്യാറാക്കി തീർത്ത ദിവസമാണ് 1949 നവംബർ 26. അങ്ങനെ ദേശീയ ഭരണഘടനാ ദിനമെന്നാണ് നവംബർ 26 അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26. ഈ 1950 ജനുവരി 26 റിപ്പബ്ലിക് എന്ന് പറയുന്നത്. എന്താണ് റിപ്പബ്ലിക് എന്ന് വെച്ചാൽ നമുക്കായിട്ടൊരു ഭരണത്തലവന്, ജനങ്ങളൊരു ഭരണത്തലവനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പിന്നെ വന്നതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആമുഖമാണ്. ആമുഖം എന്ന് വെച്ചാൽ നമുക്ക് ഭരണഘടന രൂപീകരിച്ചപ്പോൾ ഒരു ആമുഖമുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ലക്ഷ്യപ്രമേയമാണ് അവസാന ആമുഖമായി മാറിയത്. ഒബ്ജക്റ്റ് റെസൊല്യൂഷൻ എന്നാണ് അതിനറിയപ്പെടുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാചകത്തോടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹത്തയായ ഭരണഘടനയുടെ താക്കോലും എന്നറിയപ്പെടുന്ന ആമുഖമാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ പൗരന്മാർക്ക് രാഷ്ട്രീയം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 1976 ഭരണഘടന 42ാം ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ആമുഖത്തിൽ ചേർത്തത് പരമാധികാര
സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. 1976 ഭരണഘടന 42 ഭേദഗതി ആക്ട് 2 വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ആമുഖത്തിൽ ചേർത്തത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാണ്. അപ്പോൾ ശരിക്കും ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരമാധികാരം, സോവർണിറ്റി. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ്. പിന്നെന്താണ്? സ്ഥിതി സമത്വം. സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറിച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. മതേതരത്വം എന്താണ്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല എന്നുള്ളതാണ്. ജനാധിപത്യം, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം നടത്തുന്നു എന്നുള്ളതാണ്. അതാണ് അങ്ങനെയുള്ള രാജ്യങ്ങളാണ് റിപ്പബ്ലിക് ആയ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രത്തലവന്മാരെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ ചോദിച്ചാൽ പാർലമെന്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത ഭരണവ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. നമുക്ക് ഈ പാഠത്തിൽ ഡയറക്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളതാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും രക്തരൂഷിതമായ വർഗീയ കലാപം ലീഗ് ഭരണത്തിൽ കീഴിലായിരുന്ന ബംഗാളിൽ അരങ്ങേറിയ പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം അനുവദിക്കുക എന്ന ആവശ്യം ഒന്നുകൂടി ഉറപ്പിലായിരുന്നു. പ്രത്യക്ഷ സമര ദിനാചരണത്തിന്റെ ലക്ഷ്യം ബംഗാളിന്റെ പല ഭാഗത്തും ദാരുണമായ അക്രമ സംഭവങ്ങൾ നടന്നു. കൊൽക്കത്തയിലെ 72 മണിക്കൂറിനുള്ളിൽ 4000-ത്തിലധികം പേർക്ക് ജീവഹാനി സംഭവിക്കുകയും 100,000-ഓളം പേർ വീടുപേക്ഷിച്ച് പലായനം ചെയ്യുകയും ചെയ്തു. കിഴക്കൻ ബംഗാളിലെ നവഗാലിയിൽ വർഗീയ കലാപം അതിരൂക്ഷമായി. ഇവിടെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ ഗാന്ധിജി നേരിട്ടെത്തി. ക്രമേണ അദ്ദേഹം സമാധാന അന്തരീക്ഷം വീണ്ടെടുത്തു. ബീഹാർ, യുണൈറ്റഡ് പ്രൊവിൻസ്, പഞ്ചാബ്, അതിർത്തി സംസ്ഥാനം എന്നിവിടങ്ങളിൽ വർഗീയ സംഘടനകൾക്കും സാക്ഷ്യം വഹിച്ചു. ശാന്തി സന്ദേശവുമായി ജവഹർലാൽ നെഹ്റു ബീഹാറിലും എത്തി. ഇനി ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആറ്റ്ലിയുടെ പ്രഖ്യാപനമാണ്. INA ട്രയൽ സൃഷ്ടിച്ച ഉത്സാഹവും ഇന്ത്യയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വർഗീയ സംഘർഷവും സൃഷ്ടിച്ച അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് അധികാര കൈമാറ്റം സംബന്ധിച്ച ഒരു പ്രഖ്യാപനം 1947 ഫെബ്രുവരി 20 ക്ലെമന്റ് ആറ്റ്ലി ഹൗസ് ഓഫ് കോൺസിൽ നടത്തിയത്. അതുപ്രകാരം 1948 ജൂണിനപ്പുറം പോകാത്ത ഒരു തീയതിക്കുള്ളിൽ ഉത്തരവാദപ്പെട്ട ഇന്ത്യൻ കരങ്ങളിലേക്ക് കൈമാറുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് ആറ്റ്ലി വ്യക്തമാക്കി. ആറ്റ്ലിയുടെ പ്രഖ്യാപനം എന്നാണ് ഈ പ്രഖ്യാപനത്തെയാണ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. അപ്പം 1948 ജൂണിനപ്പുറം പോകാത്ത ഒരു തീയതിക്കുള്ളിൽ ഉത്തരവാദപ്പെട്ട ഇന്ത്യൻ കരങ്ങളിലേക്ക് കൈമാറുന്നു. ഇന്ത്യനെ ഉത്തരവാദിത്തപ്പെട്ട കരങ്ങളിലേക്ക് കൈമാറുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്ക് മുസ്ലിങ്ങൾക്കൊരു രാജ്യം വേണമെന്ന് മുഹമ്മദ് അലി ജിന്ന പറയുകയും അതുപ്രകാരം അവർക്ക് 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വതന്ത്രമാവുകയും 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആരാണ് സ്വാതന്ത്ര്യം തന്നത് എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ശരിക്കും അത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. ക്ലെമന്റ് ആറ്റ്ലി എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇമ്മാനുവൽ സെക്കൻഡ് ഭരിച്ചിരുന്ന സമയത്താണ് ഇവിടെ വാസ്കോ ഡ ഗാമയെ പറഞ്ഞു വിടുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി വാസ്കോ ഡ ഗാമയുള്ള ഇവിടെ വന്നപ്പോൾ 598 ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇമ്മാനുവൽ സെക്കൻഡ്. ഇപ്പോൾ ആരാണ് പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹമാണ് നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നത്. അപ്പം ആറ്റ്ലിയുടെ പ്രഖ്യാപനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അല്ലേ. ഈ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവയ്പ് എന്നാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ പുതിയ വൈസ്രോയിയായി റിയർ അഡ്മിറൽ മൗണ്ട് ബാറ്റൺ പ്രഭു അധികാരമേൽക്കുമെന്നും ഇതോടൊപ്പം പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ 20ാമത്തെയും അവസാനത്തെയും വൈസ്രോയിയായി നിയമിതനായ മൗണ്ട് ബാറ്റൺ പ്രഭു 1947 മാർച്ച് 22 ഡൽഹിയിലെത്തി. 1773 മുതലുള്ള ഗവർണർ ജനറൽമാരെയും കണക്കിലെടുത്താൽ അദ്ദേഹം 34ാമത്തെ ഗവർണർ ജനറലാണ്. ഒരു ദിവസത്തിന് ശേഷം അദ്ദേഹം അധികാരമേറ്റു. അധികാര കൈമാറ്റത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഇന്ത്യൻ നേതാക്കളുമാരുമായി ചർച്ചകൾ നടത്തുന്നതിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരങ്ങളും ഇന്ത്യൻ വൈസ്രോയിയായ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് രാജകുടുംബമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് നാവികസേനയിലെ ഒരു ഓഫീസർ
കേഡറ്റായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച മൗണ്ട് ബാറ്റൻ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും നാവികസേനയിലെ ഏറ്റവും ഉന്നത പദവിയായ അഡ്മിറൽ ഓഫ് ദ ഫ്ലീറ്റ് വരെ ഉയർന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ബ്രിട്ടീഷ് നാവികസേനയിലെ അത്യുന്നത പദവി വഹിച്ചിട്ടുണ്ടായിരുന്നു. മഹാറാണിയുടെ പൗത്രനായിരുന്ന മൗണ്ട് ബാറ്റൻ മുമ്പ് ഇന്ത്യയിൽ വൈസ്രോയി പദം അലങ്കരിച്ചിരുന്ന ഏതൊരാളിനേക്കാളും കൂടുതൽ അധികാരങ്ങളോടെയാണ് ആ പദവിയിൽ അവരോധിതനായത്. എഡിന ആഷ്ലിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. പട്രിഷ്യയും പമീലയും പുത്രിമാരായിരുന്നു. ഡിക്കി എന്നായിരുന്നു മൗണ്ട് ബാറ്റന്റെ ഓമന പേര്. ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഏകീകൃത ഇന്ത്യക്ക് വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങളാണ് പുതിയ വൈസ്രോയി ആദ്യമായി തേടിയത്. 1947 ജൂൺ 2 മൗണ്ട് ബാറ്റൻ പ്രഭു 7 ഇന്ത്യൻ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തു. കോൺഗ്രസിനെ നെഹ്റുവും പട്ടേലും കോൺഗ്രസ് പ്രസിഡന്റ് കൃപാലാനിയും പ്രതിനിധാനം ചെയ്തു. യോഗത്തിൽ ലീഗ് നേതാക്കളായ ജിന്നയും ലിയാഖത്ത് അലി ഖാനും അബ്ദുൾ റബ്ബ് നിഷ്ദാറും സിഖ് നേതാവായ ബൽദേവ് സിംഗും പങ്കെടുത്തു. യോഗത്തിൽ മൗണ്ട് ബാറ്റൻ പ്രഭു രാജ്യത്തെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. ക്യാബിനറ്റ് മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നിശ്ചിത അവസ്ഥയും അദ്ദേഹം വിശദീകരിച്ചു. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടിൽ മാറ്റം വരുത്തുന്നതിന് ജിന്നയ്ക്കും ലീഗിനുമുള്ള വിയോജിപ്പിനെക്കുറിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി വൈസ്രോയി നടത്തിയ ചർച്ചകളിൽ കോൺഗ്രസ് ലീഗും ഒഴികെയുള്ള കക്ഷികൾ ക്യാബിനറ്റ് മിഷൻ പദ്ധതി സ്വീകാര്യമായിരുന്നു. കോൺഗ്രസ് ഏകീകൃത ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ ലീഗ് പാകിസ്ഥാനിലെ വാദത്തിന് ഉറച്ചുനിന്നു. രാഷ്ട്രീയമായ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വൈസ്രോയി മറ്റ് പോംവഴികൾ തേടി. നിർദ്ദിഷ്ട തീയതിക്കകം അധികാരം സുരക്ഷിതമായ രീതിയിൽ ഇന്ത്യൻ കൈകളിലേക്ക് മാറുന്നതിന് അനുയോജ്യമായ ഒരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു. അത് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നറിയപ്പെടുന്നു. എന്താണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് നോക്കാം. ജൂൺ 3 പ്ലാൻ എന്നും അറിയപ്പെടുന്ന മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരമാണ് ഇന്ത്യയെ 2 വ്യത്യസ്ത രാജ്യങ്ങളായി വിഭജിച്ചത്. പുതിയതായി രൂപം കൊള്ളുന്ന രാജ്യങ്ങൾ ഡൊമിനിയൻ എന്നറിയപ്പെടും. ഡൊമിനിയൻ എന്നറിയപ്പെടും. പദ്ധതി പ്രകാരം പഞ്ചാബും ബംഗാളും ഇരു രാജ്യങ്ങൾക്കുമായി വിഭജിച്ചു നൽകും. ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിനിധിയായി ഓരോ ഗവർണർ ജനറൽമാർ ഇരു രാജ്യത്തും നിയമിതരാകും. ഇന്ത്യ സ്വതന്ത്രമാകുന്നതോടെ നാട്ടുരാജ്യങ്ങളുടെ മേൽ ബ്രിട്ടനുണ്ടായിരുന്ന പരമാധികാരം അവസാനിക്കും. നാട്ടുരാജ്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡൊമിനിയനിൽ ചേരാനുള്ള അവകാശമുണ്ടായിരിക്കും. ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദവി ബ്രിട്ടീഷ് മൊണാർക്കിന് ഇല്ലാതാവും. സൈന്യം ഉൾപ്പെടെ സ്വത്തുവകകൾ ഇരു രാജ്യങ്ങൾക്കുമായി പങ്കിടും. ഇവയായിരുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതി വിഭാവനം ചെയ്തത്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി ജൂൺ 3 പ്ലാൻ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം ഇന്ത്യയെ 2 വ്യത്യസ്ത രാജ്യങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്. അത് രൂപം കൊള്ളുന്ന രാജ്യങ്ങൾ ഡൊമിനിയൻ എന്നറിയപ്പെടും. അതുപോലെ അത് പ്രകാരം പഞ്ചാബും ബംഗാളും ഇരു രാജ്യങ്ങളുമായി വിഭജിച്ച് നൽകും. ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിനിധിയായി ഓരോ ഗവർണർ ജനറൽമാരും ഇരു രാജ്യത്തും നിയമിതരാകും. ഇന്ത്യ സ്വതന്ത്രമാകുന്നതോടെ നാട്ടുരാജ്യങ്ങളുടെ മേൽ ബ്രിട്ടൻ ഉണ്ടായിരുന്ന പരമാധികാരം അവസാനിക്കും. നാട്ടുരാജ്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡൊമിനിയനിൽ ചേരാനുള്ള അവകാശമുണ്ടായിരിക്കും. ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദവി ബ്രിട്ടീഷ് മൊണാർക്കിനില്ലാതാവും. സൈന്യം ഉൾപ്പെടെ സ്വത്തുവകകൾ ഇരു രാജ്യങ്ങൾക്കുമായി പങ്കിടും. ഇവയായിരുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് വിഭാവനം ചെയ്തത്. എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്? പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി 1947 ജൂലൈ 4 ഹൗസ് ഓഫ് കോമൺസിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണ സംബന്ധമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിക്കപ്പെട്ട അവസാനത്തെ നിയമനിർമ്മാണമായിരുന്നു അത്. 1947 ജൂലൈ 15 ഹൗസ് ഓഫ് കോമൺസും തൊട്ടടുത്ത ദിവസം ജൂലൈ 16 ഹൗസ് ഓഫ് ലോർഡ്സും ബിൽ പാസാക്കി. ജൂലൈ 18 രാജകീയ അനുമതി നൽകിക്കൊണ്ട് ജോർജ് ആറാമൻ രാജാവ് ബില്ലിൽ ഒപ്പിട്ടതോടെ അത് നിയമമാകുകയും അന്നു മുതൽ നിലവിൽ വരികയും ചെയ്തു. 20 വകുപ്പുകൾ മാത്രമായിരുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും ചെറിയ നിയമമായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുമെന്നും അത് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2ആയി വിഭജിക്കപ്പെടുമെന്നും ആക്ട് വ്യവസ്ഥ ചെയ്തു. 1758 സൃഷ്ടിക്കപ്പെട്ട സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ തസ്തികയും നിർത്തലാക്കപ്പെട്ടു. വില്യം ഫ്രാൻസിസ് ഹെയർ അഥവാ ലോർഡ് ലിസ്റ്റോവൽ ആയിരുന്നു അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അധികാര കൈമാറ്റം. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് കറാച്ചിയിലായിരുന്നു. മൗണ്ട് ബാറ്റൻ പ്രഭുവിന് ഇരു രാജ്യങ്ങളുടെയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നു. ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ നിലവിൽ വന്നു. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ പ്രഥമ ഗവർണർ ജനറലായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ആരംഭിച്ചത് അന്ന് അർദ്ധരാത്രിയിലാണ്. ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹാളിൽ രാത്രി 11 മണിക്ക് ആരംഭിച്ച സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഈ നിമിഷം മുതൽ ഇന്ത്യയുടെ ചക്രവർത്തി അല്ലാതായി തീർന്നിരിക്കുന്ന ബ്രിട്ടീഷ് രാജാവിൻ്റെ ആശംസ സന്ദേശം അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു വായിച്ചു. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച പ്രമേയത്തെ കാലി കുസ്വാൻ പിന്താങ്ങി. പ്രശസ്തമായ വിധിയുടെ ഉടമ്പടി എന്നറിയപ്പെടുന്ന പ്രസംഗം നെഹ്റു നടത്തിയത് ഈ അവസരത്തിലാണ്. ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും പുനർജീവിതത്തിലേക്കും ഉണരുകയാണ്. ചരിത്രത്തിൽ അപൂർവമായി
മാത്രം വന്നു ചേരുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെയാണെന്നതാണിത്. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലൂന്ന നിമിഷം, ഒരു കാലഘട്ടം അവസാനിച്ച് മറ്റൊന്നിന് ആരംഭം കുറിക്കുന്ന നിമിഷം, അടിച്ചമർത്തപ്പെട്ട രാഷ്ട്രത്തിൻ്റെ മൂകമായ ആത്മാവിന് ഭാഷണ ശേഷി ലഭിക്കുന്ന നിമിഷം. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദി മിഡ് നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ്സ്, ഇന്ത്യ വിൽ awake to life and freedom. A moment comes which comes but rarely in history, when we step out from the old to the new, when an agents and when the soul of a nation long suppressed finds eternals. അസംബ്ലി പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായ മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ തിരഞ്ഞെടുത്തു. രാവിലെ 8:30 മണിക്ക് അദ്ദേഹം സ്ഥാനമേറ്റു. അസംബ്ലി അംഗങ്ങൾ രാജ്യത്തെ സേവിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ശേഷം ഒരു സംഘം വനിതകൾ ഹൻസ മേത്തയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക അസംബ്ലി അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സമർപ്പിച്ചു. നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ജനറലാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. പിറ്റേ ദിവസം ഓഗസ്റ്റ് 15 രാവിലെ 10 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തി. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം രാജ്യത്തെ പബ്ലിക് ഫ്ലാഗ് സല്യൂട്ടേഷൻ ചടങ്ങ് ഇന്ത്യ ഗേറ്റിന് സമീപം ദ പ്രിൻസ് പാർക്കിലെ വാർ മെമ്മോറിയൽ നടന്നു. ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ, ലാഹോർ ഗേറ്റിൽ ആഗസ്റ്റ് 16 ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തുകയുണ്ടായി. തുടർന്ന് എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയെന്നത് പതിവ് ചടങ്ങായി. ഡൽഹിയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ ഗാന്ധിജി കൊൽക്കത്തയിൽ മതസൗഹാർദ്ദം കെട്ടിപ്പടുക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു.